بسم الله الحمد لله اللهم صل وسلم على عبدك ورسولك نبينا محمد وعلى آله وصحبه أجمعين أما بعد സഹോദരന്മാരെ സഹോദരികളെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ ഫള് കൊണ്ട് ഈ റമദാനിലെ ഒരു രാത്രി കൂടി നമസ്കാരം നിർവഹിച്ച് അള്ളാഹുവിൻ്റെ ദിക്റിനെക്കുറിച്ച് ചെവിയോർത്തുകൊണ്ടിരിക്കുകയാണ് നാം. അള്ളാഹു നമ്മിൽ നിന്ന് നമ്മുടെ അമലുകളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. ഞാനൊരു സുന്നത്ത് പറഞ്ഞുകൊണ്ട് തുടങ്ങാം എന്നെനിക്ക് തോന്നുന്നു. വിത്ർ നമസ്കാരത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ദിക്റുണ്ട്. അത് നാളെ മുതൽ എല്ലാവരും തുടങ്ങണം. നിങ്ങൾക്ക് അറിയേണ്ടാകുന്ന ദിക്റെന്ന് എനിക്ക് തോന്നുന്നത്, പക്ഷേ ഞാനിവിടെ ആരും പറയുന്നത് കേട്ടില്ല. അറിയില്ലല്ലേ? സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ്, സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ്, സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ് റബ്ബുൽ മലായികത്തി വറൂഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് 3 പ്രാവശ്യം പറഞ്ഞിരുന്നു. സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ്, മലിക്കായ ഖുദ്ദൂസായ രാജാവായ പരമപരിശുദ്ധനായ അള്ളാഹുവിനെ ഞാൻ പരിശുദ്ധപ്പെടുത്തുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് 3 തവണ പറഞ്ഞു. 3ാമത്തെ തവണ ശബ്ദമുയർത്തി ഒരൽപ്പം നീട്ടിയാണ് പറഞ്ഞത്. സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ് റബ്ബുൽ മലായികത്തി വറൂഹ്, റബ്ബുൽ മലായികത്തി വറൂഹ്, മലക്കുകളുടെയും റൂഹിൻ്റെയും റബ്ബായ ഖുദ്ദൂസായ മലിക്കായ അള്ളാഹുവിനെ ഞാൻ പരിശുദ്ധിപ്പെടുത്തുന്നു എന്നാണ്. അങ്ങനെയാണ് വിത്ർ നമസ്കാരത്തിൽ നിന്ന് നാം വിരമിക്കേണ്ടത്. അള്ളാഹു സുന്നത്തായ കാര്യങ്ങൾ അറിയാനും പ്രവർത്തിക്കുവാനുമൊക്കെയുള്ള അനുഗ്രഹം നമുക്കൊക്കെ നൽകുമാറാകട്ടെ. ഇന്ന് നമ്മുടെ നമസ്കാരത്തിൻ്റെ തറാവീഹ് നമസ്കാരത്തിൻ്റെ അവസാനത്തെ റക്അത്തിൽ കേട്ട അവസാനത്തെ 3 ആയത്തുകളുണ്ട്. അത് ശരിക്കും ഇന്ന് നമുക്ക് കിട്ടേണ്ട ഒരു സന്ദേശമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇമാമിൻ്റെ നാവിലൂടെ നമ്മളെ കേൾപ്പിച്ചത്. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും ആ വചനം. വമൻ യഅ്തസിം ബില്ലാഹ് ഫഖദ് ഹുദിയ ഇലാ സിറാത്തിൻ മുസ്തഖീം. അങ്ങനെയാണ് തുടങ്ങിയത്. വമൻ യഅ്തസിം ബില്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിനെ മുറുകെ പിടിച്ചാൽ ഫഖദ് ഹുദിയ ഇലാ സിറാത്തിൻ മുസ്തഖീം, അവൻ സിറാത്തുൻ മുസ്തഖീമിലേക്ക്, ചൊവ്വായ പാതയിലേക്ക് നയിക്കപ്പെടും എന്നാണ്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് നമ്മൾ ചോദിക്കുന്നതാണ്, പ്രാർത്ഥിക്കുന്നതാണ്. നമ്മുടെ പ്രാർത്ഥനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അത്. എന്നിട്ട് അള്ളാഹു പഠിപ്പിക്കുന്നത് ഈ സിറാത്തുൽ മുസ്തഖീമിലേക്ക് നയിക്കപ്പെടാൻ, ചൊവ്വായ പാതയിലേക്ക് നയിക്കപ്പെടാൻ 3 കൽപ്പനകളാണ്. അതാണ് തുടർന്നുള്ള 3 ആയത്തുകൾ. ഒന്നാമത്തെ കൽപ്പന നമ്മളെല്ലാവരും എപ്പോഴും കേൾക്കാറുള്ളതാണ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഇമാം അത് പാരായണം ചെയ്യുന്നത്. അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട വിധം സൂക്ഷിക്കണം, എന്നിട്ട് മുസ്ലിമായല്ലാതെ മരിച്ചു പോകരുത് എന്ന്. ഇതെല്ലാ പ്രാവശ്യവും നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും കേൾക്കുന്ന ഒരു വസയ്യത്താണ്. ഈ വസയ്യത്ത് എല്ലാ പ്രവാചകന്മാരും അവരുടെ മക്കളോട് നൽകിയ വസയ്യത്ത്. മക്കളോട് വസയ്യത്ത് നൽകുക എന്ന് പറയുമ്പോൾ അതിനൊരു പ്രാധാന്യം ഉണ്ടാവും. മക്കളോട് വസിയത്ത് നൽകിയ സമയം മരണമാസന്നമായ സമയത്താണ്.
മരണമാസന്നമായ സമയത്ത് നൽകുന്ന വസിയ്യത്തുകൾക്ക് വലിയ പ്രാധാന്യമുണ്ടല്ലോ. നമുക്കറിയാം, ആ വസിയ്യത്താണ് വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സിറാത്തുൽ മുസ്തഖീമിലേക്ക് നാം നയിക്കപ്പെടണമെങ്കിൽ നമ്മൾ ആഗ്രഹിക്കേണ്ട ഒന്നാമത്തെ കാര്യം, നിർവഹിക്കേണ്ട ഒന്നാമത്തെ കാര്യം അതാണ്. മുസ്ലിമായിട്ടല്ലാതെ മരിക്കാൻ പാടില്ല. മുസ്ലിമായിട്ട് മരിക്കണമെങ്കിൽ മുസ്ലിമായിട്ട് ജീവിക്കണം. മുസ്ലിമായി ജീവിക്കുക അല്ലെങ്കിൽ മുസ്ലിമായി മരിക്കുക എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ പേരിട്ടാൽ മുസ്ലിമാവില്ല. മുസ്ലിമായ വാപ്പക്കും ഉമ്മക്കും പറഞ്ഞാൽ മുസ്ലിമാവില്ല. നമുക്കറിയാം, അത് മുസ്ലിം എന്ന് പറഞ്ഞാൽ സമ്പൂർണമായി അള്ളാഹുവിന് കീഴൊതുങ്ങി അള്ളാഹുവിന് ജീവിതം സമർപ്പിച്ചവനാണ്. അതാണ് മുസ്ലിം എന്ന് പറഞ്ഞാൽ. മുസ്ലിം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കൽപ്പനയെ ചോദ്യം ചെയ്യാതെ വഴിപ്പെടുന്നവനാണ് മുസ്ലിം. അതാണ് മുസ്ലിം. സമിഅനാ വ അതഅനാ എന്ന് പറയുന്നവനാണ് മുസ്ലിം. സമിഅനാ വ അതഅനാ, അള്ളാഹുവെ ഞാൻ കേട്ടു, ഞാൻ റെഡി, ഞാനിതാ അനുസരിച്ചിരിക്കുന്നു. നമ്മുടെ ജീവിതത്തെ നമ്മൾ ഇത് വെച്ച് വേണം പരിശോധിക്കാൻ. ഞാൻ മുസ്ലിമാണോ എന്ന് പരിശോധിക്കണം. വ അന മിനൽ മുസ്ലിമീൻ എന്ന് നമസ്കാരത്തിൽ കൈകെട്ടി ആദ്യം പറയുന്ന പ്രാർത്ഥന അതാ, ഞാൻ മുസ്ലിമാണ് എന്ന്. പക്ഷേ നമ്മളെപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ഞാൻ മുസ്ലിമാണോ എന്ന്? അള്ളാഹുവിൻ്റെ ഏതെങ്കിലും കൽപ്പനയെ എനിക്കിഷ്ടപ്പെടാതെ പോയിട്ടുണ്ടോ? തൃപ്തിപ്പെടാതെ പോയിട്ടുണ്ടോ? അള്ളാഹുവിൻ്റെ ഏതെങ്കിലും കൽപ്പനയെ അനുസരിക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലും വിമ്മിഷ്ടം തോന്നിയിട്ടുണ്ടോ? അള്ളാഹു വിലക്കിയ ഏതെങ്കിലും കാര്യങ്ങളിൽ അകന്നു നിൽക്കാൻ എനിക്ക് പ്രയാസം തോന്നിയിട്ടുണ്ടോ? അള്ളാഹു വിലക്കിയിട്ടുള്ള ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യാതിരുന്നത് കൊണ്ട് എനിക്ക് കനത്ത നഷ്ടം സംഭവിച്ചു എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടോ? നമ്മൾ ചോദിക്കണം, നമ്മളോട് പരിശോധിക്കണം നമ്മുടെ ജീവിതം. മുസ്ലിമായി മരിക്കാൻ അള്ളാഹു ആദ്യം പറഞ്ഞത് ഇത്തഖുല്ലാ എന്നാണ്. അള്ളാഹുവിനെ സൂക്ഷിക്കണം, അള്ളാഹുവിനെ സൂക്ഷിക്കണം. എന്താണ് അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിനെ സൂക്ഷിക്കണമെങ്കിൽ, അള്ളാഹുവിന് തഖ്വയുള്ളവരാകണമെങ്കിൽ നമുക്ക് അള്ളാഹുവിനെ മനസ്സിലാക്കണം. അള്ളാഹു ആരാണെന്ന് മനസ്സിലാക്കണം. ആരെങ്കിലും പരിചയപ്പെടുത്തിയ അള്ളാഹുവല്ല നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടത്. ഖുർആൻ പരിചയപ്പെടുത്തിയ അള്ളാഹു ഉണ്ടാകണം. അള്ളാഹുവിൻ്റെ അസ്മാകളിലൂടെ സിഫാത്തുകളിലൂടെ അള്ളാഹു പരിചയപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. ആ അള്ളാഹുവിനെ നാം പരിചയപ്പെട്ടാൽ നമുക്ക് നമ്മളറിയാതെ അള്ളാഹുവിനെ സൂക്ഷിക്കാൻ കഴിയും. ഇന്നത്തെ നമ്മുടെ പ്രതിസന്ധി ആ അള്ളാഹുവിനെ നമുക്ക് മനസ്സിലായില്ല എന്നാണ്. അത് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. അതാണ് അത് നമ്മൾ അള്ളാഹുവിൻ്റെ അസ്മാകളിലൂടെ പോകണം, അള്ളാഹുവിൻ്റെ സിഫാത്തുകളിലൂടെ പോകണം. അപ്പോൾ നമുക്ക് അള്ളാഹുവിനെ കൂടുതൽ മനസ്സിലാകും. ഇന്ന് നമ്മുടെ മുമ്പിലുള്ള അള്ളാഹു എന്ന ചിത്രം നിങ്ങൾ ആലോചിച്ചപ്പോൾ എന്താ? നമ്മൾ ആലോചിക്കണം, എന്താണ് നമ്മുടെ ഉള്ളിൽ അള്ളാഹു എന്ന ചിത്രം എന്തായിട്ടാണ് ഉള്ളത്? വല്ലാഹി നമ്മൾ ചോദിച്ചു നോക്കുക നമ്മളോട്. നമ്മൾ അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്യണം എന്ന് പറയുന്ന ആളുകളാണ്. അള്ളാഹുവിനോട് മാത്രമേ ദുആ ചെയ്യാവൂ എന്ന് പറയുന്ന ആളുകളാണ് നമ്മൾ. ഞാൻ ചോദിക്കട്ടെ, അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന സമയത്ത് അള്ളാഹു എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്നും ആ പ്രാർത്ഥനയ്ക്ക് എനിക്ക് തീർച്ചയായും ഉത്തരം നൽകും എന്ന വിചാരം നമ്മുടെ ഉള്ളിലുണ്ടോ? നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മുടെ ഉള്ളിൽ അതുണ്ടോ? ആ ഒരു വികാരം നമ്മുടെ ഉള്ളിൽ വന്നിട്ടുണ്ടോ? അള്ളാഹു എൻ്റെ സമീപസ്ഥനാണ്. നമ്മൾ ആയത്തുകളൊക്കെ ഓതാറുണ്ട്. എൻ്റെ സമീപസ്ഥനാണ് അള്ളാഹു, എൻ്റെ അടുത്തുണ്ട്, ഞാൻ എന്ത് ചോദിച്ചാലും എനിക്ക് ഉത്തരം നൽകും, എനിക്കുറപ്പുണ്ട്. അങ്ങനെ ഒരു അള്ളാഹു നമ്മുടെ ഉള്ളിലേക്ക് എത്തിയിട്ടുണ്ടോ? നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഇന്ന റബ്ബി സമീഉൻ ഖരീബുൻ മുജീബുൻ എന്നൊക്കെ ഖുർആൻ പരിചയപ്പെടുത്തിയില്ലേ? എൻ്റെ റബ്ബ് ഖരീബാണ്, എൻ്റെ ഏറ്റവും അടുത്തവനാണ്. സമീഅാണ്, ഞാൻ എന്ത് പറഞ്ഞാലും കേൾക്കുന്നവനാണ്. മുജീബ്, ഞാൻ എന്ത് ചോദിച്ചാലും ഉത്തരം നൽകുന്നവനാണ്. അവിടെയാണ് യഥാർത്ഥത്തിൽ നമുക്ക് തഖ്വ ഉണ്ടാവുക. നമുക്കത് അനുഭവമായി വരണം. പ്രാർത്ഥനകളൊക്കെ അങ്ങനെയാണ്. എല്ലാ പ്രാർത്ഥനകളും വിശ്വാസിക്ക് അനുഭവങ്ങളാകണം. അനുഭവങ്ങളാകും.
അള്ളാഹുവിനെ കുറിച്ചുള്ള ഈ ചിന്ത നമ്മുടെ ഉള്ളിൽ ശക്തമായി വളരണം. നാം വളർത്താൻ ശ്രമിക്കണം. നമുക്കിത് നിങ്ങൾ ആലോചിച്ചു, അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നമുക്ക് ഭയമില്ല, അള്ളാഹുവിനെ നമുക്ക് ഭയമില്ല. ഖൗഫ് എന്ന വികാരത്തെ നമ്മൾ അറിയുക പോലും ചെയ്തിട്ടില്ല. അള്ളാഹുവിനോട് നമുക്കുണ്ടാകേണ്ട ഏറ്റവും വലിയ ആദരവാണ്, ബഹുമാനമാണ് ഖൗഫ്. അല്ലാതെ പോലീസിനെ പേടിക്കണ പോലെ, സിംഹത്തെ പേടിക്കണ പോലെയുള്ള പേടിയല്ല റബ്ബിനെ പേടിക്കേണ്ടത്. അതല്ല ഖൗഫ്. ആദരവാണ്, ബഹുമാനമാണ്. ഉണ്ടോ നമുക്ക്? മനുഷ്യരുടെ മുമ്പിൽ നമ്മൾ മറച്ചു വെക്കുന്നു. യസ്തഖ്ഫൂന മിനന്നാസ് വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്. മനുഷ്യരുടെ മുമ്പിൽ നമ്മളൊക്കെ മറച്ചു വെക്കുന്നു, അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ മറച്ചു വെക്കും. നിങ്ങൾ ആലോചിക്കും, മനുഷ്യരുടെ മുമ്പിലേക്ക് വരുമ്പോൾ എന്തൊക്കെ, എത്ര വൃത്തിയായിട്ടാണ് നമ്മൾ വരിക. റബ്ബിൻ്റെ മുമ്പിലോ എന്തൊക്കെ മറച്ചു വെച്ചാ മനുഷ്യരുടെ മുമ്പിൽ നമ്മൾ ജീവിക്കണത്. അള്ളാഹുവിൻ്റെ മുമ്പിലും എന്തെങ്കിലും മറയുണ്ടോ? ഒന്നുമില്ലല്ലോ. ഇങ്ങനെയല്ലല്ലോ നമ്മളാകേണ്ടത്. മനുഷ്യരാകരുതല്ലോ നമ്മുടെ വിഷയം. ആള് കാണും മോശമല്ലേ എന്നല്ലേ എപ്പോഴും നമ്മൾ പറയാറ്. അള്ളാഹു കാണും മോശമാണ് എന്ന് പറയാൻ നമുക്ക് എന്തെങ്കിലും ആയിട്ടുണ്ടോ? അതാണ് തത്വ. അതാണ് നമുക്ക് കിട്ടേണ്ടത്, നമ്മുടെ മക്കൾക്ക് കിട്ടേണ്ടത്. നമ്മുടെ സമൂഹം അധപതിച്ചു പോകുന്നതിനെ കുറിച്ച് വല്ലാത്ത ബേജാറിലാണ്, പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾ, നമ്മളെല്ലാവരും. ഇതെല്ലാവരുടെയും സംസാര വിഷയം അതാണ്. പക്ഷെ നമ്മൾ ആരെങ്കിലും നമ്മുടെ മക്കൾക്ക് അള്ളാഹുവിനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ടോ? അള്ളാഹുവിനെ കുറിച്ചുള്ള ഖൗഫ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഉള്ളിലേക്ക്. നിങ്ങൾ ആലോചിച്ച് നോക്കും, നമ്മുടെ എനിക്ക് 60 വയസ്സായി. നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് അള്ളാഹിനെ പറഞ്ഞു തന്നതുപോലെ നമ്മളാരെങ്കിലും പറഞ്ഞു കൊടുത്തു നമുക്കൊക്കെ ഉണ്ടോ? എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ ഉമ്മ എനിക്ക് ചോറ് തരൂലായിരുന്നു മഗ്‌രിബിന് ശേഷം യാസീൻ ഓതിയിട്ടില്ലെങ്കിൽ. എന്നിട്ട് യാസീനിലെ പ്രത്യേക ഭാഗം ഉമ്മ ചോദിക്കുമായിരുന്നു. ഒരു തെർബിയത്തായിരുന്നു അത്. എവിടെ നമുക്ക് ആ തെർബിയത്ത് കിട്ടിയത്? ഇത് നമ്മുടെ ഫിസിക്കൽ തെർബിയത്ത് ഭയങ്കര ഉഷാറാണ്. കുട്ടികളോടൊക്കെ നമ്മൾ പറയും ജിമ്മിൽ പോകണം, കളിക്കാൻ പോകണം, സ്പോർട്സിന് പോകണം, അവിടെ പോകണം, ഇവിടെ പോകണം എന്നൊക്കെ പറയും. ഞാൻ ചോദിക്കട്ടെ, ഒരു തെർബിയത്തുൽ ദീൻ അല്ലെങ്കിൽ തെർബിയത്തുൽ നഫ്സ് കിട്ടിയിട്ടുണ്ടോ? ആത്മീയ സംസ്കരണം കിട്ടുന്നില്ലല്ലോ. നമ്മളാരെങ്കിലും ചോദിക്കോ, പറയോ? ഇല്ലല്ലോ. നിങ്ങൾ ആലോചിച്ചു, നമ്മൾ ആരാണ് നമ്മൾ? നമ്മളെക്കുറിച്ച് നമ്മൾ നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കണ്ടേ? നമ്മുടെ ചരിത്രം അതല്ലേ? ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് തൻ്റെ പ്രജകളുടെ വിശേഷമറിയാൻ വേണ്ടി ഒരു പാതിരാക്ക് വഴിയിലൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു വീട്ടിൽ നിന്ന് കേട്ട സംഭാഷണം നിങ്ങൾ ഓർക്കുന്നില്ലേ? ഒരു കുടിലിൽ നിന്ന് ഒരു വർത്തമാനം, ഒരു ഉമ്മയും മകളും. ഉമ്മ മകളോട് പറയുകയാണ് പാലിൽ വെള്ളം ചേർക്കാൻ. എന്തിനാ? രണ്ടറ്റം മുട്ടിക്കാൻ സാധിക്കൂല, അല്ലെങ്കിൽ വെള്ളം ചേർത്തിട്ടില്ലെങ്കിൽ കിട്ടൂല, അന്നൊക്കെയുള്ള ചെലവിന് കിട്ടൂല, അതുകൊണ്ടാണ്, അല്ലാതെ നിർബന്ധമായിട്ടല്ല. മകൾ പറയുന്നുണ്ട് ഞാൻ ചേർക്കൂല. എന്താ ചേർക്കാത്തത്? അത് ഖലീഫ പറഞ്ഞിട്ടുണ്ട് ചേർക്കാൻ പാടില്ല. ഉമ്മ ചോദിക്കുന്നുണ്ട്, ഖലീഫ കാണൂലല്ലോ, ഖലീഫ ഉണ്ടോ? ഇല്ലല്ലോ. ഈ കുട്ടി തിരിച്ചു ചോദിച്ചു, ഖലീഫ കാണുകയില്ലെങ്കിലും ഖലീഫയുടെ റബ്ബ് കാണൂലേ? നിങ്ങൾക്കറിയാം, ഉമർ ഇബ്നുൽ ഖത്താബ് ആ വീടിന് അടയാളം വിട്ട് ഓടിപ്പോയത് തൻ്റെ സ്വന്തം വീട്ടിലേക്കാണ്. ആ വീട്ടിൽ ചെന്ന് ഖലീഫ ഉമർ മക്കളെ വിളിച്ചു വരുത്തി ചോദിക്കുന്നുണ്ട്, ഞാനൊരു നല്ല പെൺകുട്ടിയെ കണ്ടെത്തിയിട്ടുണ്ട്, ആരുണ്ട് വിവാഹം ചെയ്യാൻ എന്ന്. നോക്കൂ നിങ്ങൾ, എൻ്റെ മകൻ്റെ ഭാര്യ ആരായിരിക്കണം എന്നതിൻ്റെ ക്രൈറ്റീരിയ എന്താ? നമ്മൾ ആലോചിക്കണം. അത് എന്താ ക്രൈറ്റീരിയ? ചെറിയ മോൻ ആസിം ഓടി വന്നു, ഞാൻ തയ്യാറാണ്. ഖലീഫയുടെ വീട്ടിലേക്ക് ആ കുട്ടി മരുമകളായി കടന്നു വരികയാണ്, ആസിമിൻ്റെ ഭാര്യയായിട്ട്. ഓർക്കണം നിങ്ങൾ, ചരിത്രത്തിൽ ലൈല എന്ന ഒരു സഹോദരിയെ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടാകും. ആ ലൈലയെ പ്രസവിച്ചത് ഈ കുടിലിലെ പെൺകുട്ടിയായിരുന്നു. ആ ലൈലയാണ് ഇസ്ലാമിക ചരിത്രത്തിലെ 5ാമത്തെ ഖലീഫ ഉമർ ഇബ്നു അബ്ദുൽ അസീസിനെ പ്രസവിച്ചത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ പരമ്പരയുടെ ശക്തി എത്രമാത്രമാണ്. ഒരൊറ്റ വിഷയമാണ്, എന്താ? അള്ളാഹു കാണൂലേ? ഏതെങ്കിലും ഒരു വിഷയം അള്ളാഹു കാണൂലേ എന്ന് ആലോചിച്ചിട്ട് നമ്മളാരെങ്കിലും നിർത്തിവെച്ചോ? എവിടേക്കാണ് നമ്മൾ പോണത്? നമ്മൾ വിചാരിക്കണ മരിക്കണ നേരത്ത് 4 ആളുകൾ കൂടി നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു നമ്മളെ ചുണ്ടിങ്ങനെ അനങ്ങിയാൽ രക്ഷപ്പെട്ടു എന്നാണ്.
അതാണോ മുസ്ലിമായി മരിക്കൽ? അല്ല, മുസ്ലിമായി ജീവിക്കാൻ സാധിക്കണം. മുസ്ലിമായി ജീവിക്കണമെങ്കിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഖൗഫ് ഉണ്ടാകണം. ഈ മക്കൾക്ക് മുഴുവൻ നഷ്ടപ്പെട്ടതാ, നമ്മൾ കൊടുക്കാത്ത തർബിയത്തതാ. ഒരുപാട് മതസംഘടനകളും ആ മതസംഘടനകൾക്കൊക്കെ വിദ്യാർത്ഥി സംഘടനകളുണ്ട്. ഇവരൊക്കെ കൊടുക്കുന്നത് ഏതോ രാഷ്ട്രീയക്കാരൻ്റെ തർബിയത്താണ്. ഈ കുട്ടികൾക്ക് കിട്ടേണ്ടത് ഈ പള്ളിയുടെ മൂലയിൽ വന്നിരുന്നു കൊണ്ട് ഈ പള്ളിയുടെ മൂലയിൽ ഇരുത്തി പരിശുദ്ധ ഖുർആൻ തുറന്നു വെച്ച് പറഞ്ഞു കൊടുക്കുക റബ്ബിനെ കുറിച്ച്. അല്ലാത്ത ഒരു തസ്കിയത്തും പറ്റൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചില്ലേ, ലൻ യസ്ലുഹ ഹാദിഹിൽ ഉമ്മ ഇല്ലാ മാ സലഹത് ബിഹി അവ്വലുഹാ. ഈ സമൂഹം നന്നാകണമെങ്കിൽ ആദ്യത്തെ സമൂഹം എങ്ങനെയാണോ നന്നായത് ആ രീതിയിലേക്ക് പോകണം, ആ ചര്യയിലേക്ക് പോകണം. അവിടേക്കാണ് നാം നടത്തേണ്ടത്. അതിന് വലിയ ഡിഗ്രി ഒന്നും വേണ്ട, യൂണിവേഴ്സിറ്റിയിലൊന്നും പഠിക്കണ്ട, വലിയ ക്വാളിഫിക്കേഷനൊന്നും വേണ്ട. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരു മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു പറ്റ മാട്ടിൻ കൂട്ടത്തെ കണ്ടു. ഒരു ചെറുപ്പക്കാരനെ ആട്ടിനെ നയിച്ചുകൊണ്ട് നടക്കുകയാണ്. ആ ചെറുപ്പക്കാരനെ വിളിച്ചു വരുത്തി ചോദിച്ചു, മോനെ ഒരാടിനെ തരൂ. കുട്ടി പറഞ്ഞു, ഞാൻ തരൂല. എന്താ തരാത്തത്? ആട് എൻ്റെതല്ല, എൻ്റെ യജമാനൻ്റെ, എനിക്ക് തരാൻ പറ്റില്ല എന്നാ പറഞ്ഞു. ഇബ്നു ഉമർ തിരിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എടോ യജമാനനോട് ഒരാടിനെ ചെന്നായി പിടിച്ചു എന്ന് പറഞ്ഞാൽ പോരെ എന്ന്. ആ കുട്ടിയുടെ ഒരു ചോദ്യം കടുപ്പമുള്ള ചോദ്യമായിരുന്നു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഞെട്ടിപ്പോയി. എന്തുമാത്രം സംസ്കരണമാണ് ഇസ്ലാം സമൂഹത്തിന് നൽകിയത് എന്ന് അദ്ദേഹം അവിടെ പ്രതികരിക്കുന്നുണ്ട്. എന്നിട്ട് ആടിനെ മുഴുവൻ അദ്ദേഹം വിലക്ക് വാങ്ങി മുതലാളിയെ കണ്ടിട്ട്. ഇതൊരു അടിമയായിരുന്നു, ആ അടിമയെ മോചിപ്പിച്ചു, പൈസ കൊടുത്ത് വാങ്ങിയിട്ട് ഈ ആടിനെ മുഴുവൻ ഈ കുട്ടിക്ക് കൊടുത്തു. ഇതാണ് ഇസ്ലാമിലെ അള്ളാഹുവിനെ പരിചയപ്പെട്ടാലുണ്ടാകുന്ന ഗുണം. നമുക്ക് എത്താൻ കഴിയണ്ട അങ്ങോട്ട്. നമ്മുടെ മക്കൾ ഈ കഥയൊന്നും കേൾക്കണ്ടേ? നമുക്ക് ഈ കഥാപ്രസംഗത്തിന് മതിയോ? പോരല്ലോ. അതാണ് വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അള്ളാഹുവിനെ കുറിച്ചുള്ള ഖൗഫ് ഉണ്ടാകണം. ഖൗഫ് ഉണ്ടാകണമെങ്കിൽ അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ പരിചയപ്പെടണം. അള്ളാഹുവിനെ ഈ രീതിയിൽ പരിചയപ്പെടുത്തണം. അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത വലിയ വിഷയമാകണം. നമ്മൾ പഠിപ്പിക്കണം. വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ. മനസ്സിലാക്കിക്കോ, വനഹൻ നഫ്സ അനിൽ ഹവാ. മനുഷ്യന് തോന്നുന്ന ദേഹേച്ഛയിൽ നിന്ന് മനുഷ്യന് അവനെ തടയാൻ കഴിയണമെങ്കിൽ ഒറ്റ വഴിയുള്ളൂ. അതിന് വടിയെടുത്തിട്ട് കാര്യമില്ല, നിയമങ്ങളെ കൊണ്ടൊരു കാര്യമില്ല. വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി. റബ്ബിന്റെ മഖാമിനെ ഭയപ്പെടണം. അള്ളാഹുവിൻ്റെ മുമ്പിൽ ചെന്നു നിൽക്കേണ്ടി വരുമെന്ന ബോധം, എന്ന ഖൗഫ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെടും. ഫഇന്നൽ ജന്നത ഹിയൽ മഅ്വാ. അള്ളാഹു ആ ജന്നത്തിൽ നമ്മളെ ഒരുമിച്ച് കൂട്ടുമാറാണ്. രണ്ടാമത്തെ കൽപ്പന, രണ്ടാമത്തെ ആയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖു. അതാണ് രണ്ടാമത്തെ കൽപ്പന. വമൻ യഅതസിം ബില്ലാഹി ഫഖദ് ഹുദിയ ഇലാ സിറാത്തിൻ മുസ്തഖീം. സിറാത്തുൽ മുസ്തഖീമിലെത്താനുള്ള രണ്ടാമത്തെ കൽപ്പന വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅ. നിങ്ങളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് അള്ളാഹുവിൻ്റെ ഹബ്ലിനെ മുറുകെ പിടിച്ചോ. അള്ളാഹുവിൻ്റെ ഹബ്ൽ ഏതാണെന്ന് എല്ലാവർക്കും അറിയില്ലേ? അള്ളാഹു ഒരുപാട് കയറുകൾ ഇട്ടിട്ടില്ല. ആകാശത്ത് നിന്ന് ഒറ്റ കയറേ താഴത്തേക്ക് ഇട്ടിട്ടുള്ളൂ. ഹബ്ൽ എന്ന് പറഞ്ഞാൽ കയറാണ്, ഒറ്റ കയറേ ഇട്ടിട്ടുള്ളൂ. അത് ജിബ്രീൽ എന്ന മലക്ക് മുഖേനയാണ് ആ കയറിട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ആ കയറുമേൽ ആദ്യം തൂങ്ങിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോടൊക്കെ തൂങ്ങാൻ കൽപ്പിച്ചിട്ടുണ്ട്. അതിമ തൂങ്ങണം. അത് പരിശുദ്ധ ഖുർആനാണ്. അത് പരിശുദ്ധ ഖുർആനാണ്. ആ ഖുർആൻ കൊണ്ട് മാത്രമേ മുസ്ലിം ഉമ്മത്തിന് ഇഅ്തിസാം കിട്ടുള്ളൂ, ഒന്നിക്കാൻ കഴിയൂ. ഖുർആനിലേക്ക് മടങ്ങണം, ഖുർആനിലേക്ക് മടങ്ങണം. ആ ഖുർആൻ സഹോദരങ്ങളെ നമ്മളെ ഒന്നിപ്പിക്കേണ്ട ഒന്നാണ്, ഒന്നിപ്പിക്കേണ്ട ഒന്നാണ്. അത് പിടിച്ച് നമുക്ക് ഒന്നിക്കാൻ കഴിയണം, അത് പിടിച്ചൊന്നിക്കാൻ കഴിയണം. ലോകത്തെല്ലാ വിഷയങ്ങളിലും അഭിപ്രായ ഐക്യമുണ്ടായിട്ട് ഉമ്മത്ത് ഒന്നിക്കുമെന്ന് നിങ്ങളാരും വിചാരിക്കരുത്. ഉണ്ടാവില്ല, സാധ്യമല്ല, സാധ്യമല്ല. മനുഷ്യൻ അങ്ങനെയാണ്. ഒരു ഉമ്മക്കും ബാപ്പക്കും പറഞ്ഞ കുട്ടികൾക്ക് അഭിപ്രായ ഐക്യമുണ്ടോ ഒരു വീട്ടിൽ? പിന്നല്ലേ വ്യത്യസ്ത വാപ്പാക്കും ഉമ്മക്കും പറഞ്ഞ മക്കൾ വ്യത്യസ്ത നാട്ടിലുള്ള പക്ഷേ ഒരു വഴിയുണ്ടോ ഒന്നിക്കാൻ? അതെന്താ? വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖു. നിങ്ങൾ ഭിന്നിക്കരുത്. ഭിന്നിക്കാൻ നമുക്ക് പാടില്ല.
ഭിന്നിക്കാൻ പാടില്ല. എന്തുകൊണ്ടാണ് നമ്മൾ ഭിന്നിച്ചു പോകുന്നത്? വിശുദ്ധ ഖുർആൻ മറ്റൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഭിന്നിച്ചു പോകുന്നത്? അള്ളാഹുവിൻ്റെ സബീലിൽ നിന്ന് നിങ്ങൾ മാറുന്നത് കൊണ്ടാണ്. അള്ളാഹുവിൻ്റെ സബീലിലേക്ക് വരണം. അള്ളാഹുവിൻ്റെ സബീലിൽ നിന്ന് മാറിയാൽ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് മാറിയാൽ ഫതഫറഖ ബികും അൻ സബീലി, ഇത്ര കൃത്യമായ പറയുന്നത്, വലാ തത്തബിഉസ് സുബുൽ, വ്യത്യസ്തമായ ഒരുപാട് മാർഗങ്ങൾ ഓരോ ദിവസം ഓരോന്നിങ്ങനെ മുളച്ചു പൊന്തല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ മുളച്ചു പൊന്നതിന് പിന്നാലെയൊക്കെ മനുഷ്യൻ കൊടിയെടുത്ത് പോകുക. എല്ലാത്തിനും ആളുണ്ട്. ആളില്ലാത്ത ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് മുസ്ലിം ഉമ്മത്തിലുണ്ടോ? ഇല്ലല്ലോ. പക്ഷെ നമ്മൾ പരിശോധിക്കേണ്ടത്, എൻ്റെ ഗ്രൂപ്പ് ഖുർആനിൻ്റെ കൂടെയാണോ? വഅ്തസിമു ബിഹബ്ലില്ലാഹി ജമീഅ, നമ്മൾ അഹ്ലുൽ ഖുർആനാകണം. അഹ്ലുൽ ഖുർആനായാൽ അഹ്ലുല്ലാഹി വഖാസത്തുഹു, അള്ളാഹുവിൻ്റെ മാത്രം ആളുകളാകും. അള്ളാഹുവിൻ്റെ സംരക്ഷണം നമുക്ക് കിട്ടും. അതാണ് വേണ്ടത്. അതിന് ഖുർആൻ നിർത്തിവെക്കി. ഇന്ന് നമ്മുടെ പ്രശ്നം എന്താണെന്ന് അറിയുന്നത്? നമ്മളൊക്കെ, എൻ്റെ കുടുംബത്തിൽ ഒരുപാട് യുവാക്കളുണ്ട് മഷാഅല്ലാഹ്, നല്ലോണം പഠിച്ച കുട്ടികളായിരിക്കും നിങ്ങളൊക്കെ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടാകും. നിങ്ങൾക്കൊക്കെ പ്രിയപ്പെട്ട ഒരുപാട് ഓതേഴ്സ് ഉണ്ടാകും. ഒരുപാട് പുസ്തകം വായിച്ചിട്ട് ഒരുപാട് ഓതേഴ്സ് ഉണ്ടാകും. നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഒരു പക്ഷേ അട്ടിക്ക് വെച്ച ഗ്രന്ഥശേഖരങ്ങളുണ്ടാകും. നിങ്ങളറിയണം, അതൊന്നുമല്ല നമ്മുടെ ഗ്രന്ഥം. അതൊന്നുമല്ല നമ്മുടെ ഗ്രന്ഥം. അവനല്ല, ആ ഓദറല്ല നമ്മുടെ പ്രിയപ്പെട്ട ഓദർ അല്ല. നമ്മൾ ആദ്യം വായിക്കേണ്ടത്, ആദ്യം പഠിക്കേണ്ടത് ഈ വിശുദ്ധ ഖുർആനായിരിക്കണം. ഇത് പള്ളിയിലെ ഷെൽഫിൽ വെക്കാനുള്ളതല്ല. ഖുർആൻ പരിഭാഷയുടെ ആളുകളാണ് നാം എന്ന് പറയാനുള്ളതല്ല. ഒരാവൃത്തിയെങ്കിലും ഖുർആൻ മറിച്ചു നോക്കാത്തവൻ, ഖുർആൻ വായിച്ചു നോക്കാത്തവൻ എങ്ങനെയാണ് മുസ്ലിമാവുക? പറ്റുമോ മുസ്ലിമാകാൻ? എങ്ങനെ മുസ്ലിമാകണം എന്നതാണ് അതിൻ്റെ ഉള്ളടക്കം. അതിൻ്റെ ഉള്ളടക്കം അതാ. അത് വായിക്കാൻ, അത് പഠിക്കാൻ സാധാരണ മനുഷ്യന് കഴിയും. കാരണം ഇതിൻ്റെ ഫസ്റ്റ് കസ്റ്റമർ ആരാ? ആട്ടിടയന്മാരാ. യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളല്ല, ഫിസിക്സും കെമിസ്ട്രിയും പഠിച്ചവനല്ല, ആട്ടിടയന്മാർ അല്ലേ? സഹാബത്ത് അങ്ങനെ ആയിരുന്നില്ലേ? കർഷകന്മാരായിരുന്നില്ലേ? ഈത്തപ്പനത്തോട്ടത്തിലെ കർഷകന്മാരായിരുന്നില്ലേ? അവരാണ് ഇതിൻ്റെ ഒന്നാമത്തെ കസ്റ്റമേഴ്സ്. ഇതിൻ്റെ ഒന്നാമത്തെ ആളുകൾ അവരാ. ഒന്നാമത്തെ സംബോധിത വിഭാഗം അവരാണ്. അവർക്കിത് മനസ്സിലായി. നമ്മളിത് പഠിക്കണമെങ്കിൽ നമുക്ക് കുറേ ക്ലാസ് വേണം, കുറേ അത് വേണം, കുറേ ഇത് വേണം, കുറേ കണ്ടീഷൻസാണ് അല്ലേ? നിങ്ങൾ സഹോദരന്മാരെ, നമ്മൾ മാറണം. ഇതിൻ്റെ ഉള്ളിലേ ഹിദായത്തുള്ളൂ. നമുക്കുള്ള ഗൈഡ് ലൈൻ ഇതിൻ്റെ ഉള്ളിലേ ഉള്ളൂ. ഇതല്ലാത്ത ഏത് മാർഗം നാം അതിൻ്റെ പിന്നാലെ നടന്നാലും നാം പരാജയപ്പെടും. നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് കിട്ടേണ്ട മുഴുവൻ മോട്ടിവേഷൻസ് കിട്ടേണ്ടത് ഇതിനകത്ത് നിന്നായിരിക്കണം. ഇതിനകത്തേ മോട്ടിവേഷൻസ് ഉള്ളൂ. ഏതെങ്കിലും നോക്കി ആലോചിച്ചു, വല്ലാത്ത ദുര്യോഗം തോന്നും. സകല ഈ ദുനിയാവിലുള്ള മോട്ടിവേഷൻ സ്പീക്കേഴ്സിൻ്റെയും പ്രസംഗം നിങ്ങളൊക്കെ കേൾക്കും അല്ലേ? എത്ര ആൾതാ എന്നിട്ട് ഇങ്ങനെ ഹരം കൊള്ളും. നമ്മുടെ സ്കൂളുകളിലും യൂണിവേഴ്സിറ്റികളിലുമൊക്കെ അവരിങ്ങനെ വിരഹിക്കുകയല്ലേ? ഇത്രമാത്രം നല്ല ഒരു മോട്ടിവേഷൻ എവിടുന്ന് കിട്ടും സഹോദരന്മാരെ? ഒന്ന് വായിച്ചു നോക്കത് വെച്ചിട്ട്. എന്തൊരു മനോഹരമാണ് അതിലെ വരികൾ, എത്ര ബൃഹത്താണ് അതിലെ ഉപദേശങ്ങൾ. നമ്മുടെ ഹൃദയത്തെ നന്നാക്കാൻ അതുപോലെ അല്ലാഹുവിൻ്റെ ഭാഷ, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഖദ് ജാഅതുകും മൗഇദത്തും മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള ഉപദേശമാണ് നിങ്ങൾക്ക് വന്നു ചേർന്നിട്ടുള്ളത്. മൗഇദത്തും മിർ റബ്ബിക്കും വശിഫാഉൻ ലിസ്സുദൂർ, നിങ്ങളുടെ ഹൃദയത്തിനകത്ത്, മനസ്സിനകത്തുള്ള മുഴുവൻ പ്രശ്നങ്ങൾക്കുമുള്ള ശമനമാണ് ഇതിലുള്ളത്. എന്നിട്ട് നമ്മൾ പറഞ്ഞെടുക്കുക, ടെൻഷൻ, പ്രശ്നം, ബുദ്ധിമുട്ട്, പ്രതിസന്ധികളുടെ കഥയല്ലേ നമുക്ക് പറയാനറിയൂ. കാരണം എന്താ? നമ്മളെ ഇവരൊക്കെ പഠിപ്പിച്ചത് അതാ പ്രശ്നം. അത് പറയാനേ പഠിപ്പിച്ചിട്ടുള്ളൂ. എന്താണ് പ്രശ്നം? സകല ആശുപത്രിയിലും കൗൺസിലിംഗ് സെൻ്ററുകളാണ്, സൈക്കിയാട്രിസ്റ്റുകളും സൈക്കോളജിസ്റ്റുകളും ഒക്കെ. എന്നിട്ട് കസേലിട്ടിട്ട് നമ്മൾ ഫീസ് വാങ്ങിയിട്ട് ഇരുന്ന് ചോദിക്കുക, എന്താ നിങ്ങളുടെ പ്രശ്നം? കാരണം പ്രശ്നം പറയാനാണ് പഠിപ്പിക്കുന്നത്. അല്ലാഹു തആല ഖുർആനിൽ പറയുന്നത്, വദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും, നിങ്ങൾ പറയേണ്ടത് പ്രശ്നങ്ങളല്ല, നിഅമത്തുകളാണ്. നിഅമത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് വേർഡ് നിഖ്മത്ത് എന്നാണ്. ഐനും ഖാഫും തമ്മിലുള്ള വ്യത്യാസമുള്ളൂ, ചെറിയൊരു വ്യത്യാസമുള്ളൂ. എവിടെയെങ്കിലും ഖുർആൻ ആ പദം തന്നെ പ്രയോഗിച്ചിട്ടില്ല. അല്ലാഹു ഇത്ര സ്ഥലത്ത് പറയാ, അയ്യുഹല്ലദീന ആമനൂ ഉദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും, നിങ്ങൾക്ക് കിട്ടിയ നിഅമത്തുകളെ കുറിച്ച് സംസാരിക്കുക.
നമ്മൾ പ്രശ്നങ്ങളെക്കുറിച്ചല്ല സംസാരിക്കേണ്ടത്. പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യർ ലോകത്തില്ല. ലോകം അതിനു വേണ്ടിയുള്ളതാണ്, പരീക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണ് ഈ ലോകം. അതുകൊണ്ട് ഇവിടെ പ്രതിസന്ധികളുണ്ടാകും, പ്രശ്നങ്ങളുണ്ടാകും. നിങ്ങൾക്കറിയില്ലേ, ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നം അനുഭവിച്ചത് ആരാ? അഷ്റഫുൽ ഖൽഖല്ലേ? ഈ ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയല്ലേ ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി അനുഭവിച്ചത്? ആണോ? നിങ്ങൾ ചരിത്രം പഠിച്ചിട്ടില്ലേ? യതീമായാണ് മുഹമ്മദ് നബി ജനിക്കുന്നത്. യതീമായി, ഉപ്പനെ കണ്ടിട്ടില്ല, ഉപ്പയെ കണ്ടിട്ടില്ല. മോനെ എന്നുള്ള വിളി ഉപ്പാൻ്റെ അടുത്ത് നിന്ന് കിട്ടിയിട്ടില്ല. ഇല്ല, ഒരു മാസമാണ് അബ്ദുള്ളയും ആമിനയും ഒന്നിച്ച് ജീവിച്ചത്. അതിനുണ്ടായതാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉപ്പനെ കണ്ടിട്ടില്ല. 6ാമത്തെ വയസ്സിൽ ഉമ്മ ആമിന ആ കുഞ്ഞിൻ്റെ കയ്യും പിടിച്ച് മദീനയിലേക്ക് പോയി. 30 ദിവസം യാത്ര ചെയ്ത മദീനയിലെത്തിയത്, മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത്. എന്നിട്ട് മോനെ നിൻ്റെ ഉപ്പതാ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തത് ഒരു മൺകൂനയാണ്. അവിടെയായിരുന്നു അബ്ദുള്ളയെ ഖബറടക്കിയത്. നിങ്ങൾ ആലോചിച്ചു. കൂടെയുള്ള പരിചാരിക ആ സംഭവം വിവരിക്കുന്നുണ്ട്. അന്ന് ആ മൺകൂനക്ക് മുമ്പിൽ വെച്ച് മുഹമ്മദ് ഉപ്പ എന്ന് വിളിച്ചത്. ഇതിലപ്പുറം വലിയ പ്രതിസന്ധി വേറെന്തിനുണ്ടോ? നിങ്ങളൊന്ന് പറയും. ഏറ്റവും വലിയ പ്രതിസന്ധി ഈ അനാഥത്വമാണ്. ആരെങ്കിലും അനുഭവിച്ചില്ലെങ്കിൽ അറിയാം, ചെറുപ്പത്തിൽ ഉപ്പ മരിച്ചില്ലെങ്കിൽ അറിയാം എൻ്റെ അവസ്ഥ എന്താണെന്ന്. അനാഥത്വമാണ്. അനാഥത്വത്തിൻ്റെ ഏറ്റവും കടുപ്പമുള്ള അനാഥത്വം ഏതാണെന്നറിയുമോ? ഏതാ? നമ്മൾ ഉമ്മൻ്റെ ഗർഭാശയത്തിലിരിക്കെ ഉപ്പ മരിച്ചതാണ്. അൻയമൂത വാലിദുക് വഅൻത ഫീ ബത്നി ഉമ്മിക്. നിൻ്റെ ഉമ്മയുടെ വയറ്റിലായിരിക്കെ നിൻ്റെ ഉപ്പ മരിച്ചതാണ് ഏറ്റവും വലിയ അനാഥത്വം. അതിനേക്കാൾ വലിയ അനാഥത്വമുണ്ടോ? ഇല്ലല്ലോ. ഒന്ന് കണച്ചു കൂട്ടി പിടിക്കാൻ ഉപ്പയില്ല. വരുമ്പം മോനെ എന്ന് വിളിക്കാൻ ഉപ്പയില്ല, പേരിടാൻ ഉപ്പയില്ല, കളിപ്പിക്കാൻ ഉപ്പയില്ല. നമ്മുടെ കുട്ടികളെ നമ്മൾ ചോക്ലേറ്റ് വാങ്ങിക്കൊടുക്കാൻ അങ്ങാടികളിലൂടെ കൊണ്ടുപോകുന്നത് പോലെ കൊണ്ടുപോകാൻ ഉപ്പയില്ല. എന്തായിരിക്കും ആ ദുര്യോഗം? തിരിച്ച് മദീനയിൽ നിന്ന് മുഹമ്മദ് നബിയും ഉമ്മയും പരിചാരയും കൂടി തിരിച്ചു വരുമ്പോൾ ചരിത്രം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുക മാത്രം ചെയ്യാണ്. കാരണം ഇത് ഓർമ്മിപ്പിക്കണം എന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി. നമ്മുടെ സംസാരം മുഴുവൻ അതാ. ഒന്നും കിട്ടിയിട്ടില്ല. നമുക്ക് മദീനയിൽ നിന്ന് 150 കിലോമീറ്റർ അകലെ അബവ എന്നൊരു പ്രദേശമുണ്ട്. ആ അബവയിലെ ഒരു മണലാരണ്യത്തിലൂടെ നടന്നു പോകുമ്പോൾ മുഹമ്മദിൻ്റെ കയ്യും പിടിച്ചാണ് ആമിന നടക്കുന്നത്. പിന്നിൽ പരിചാരികയുണ്ട്. നടന്നു പോകുമ്പോൾ ആമിന ബോധം കെട്ടി വീണു. ഈ കുഞ്ഞിനെ അണച്ചുപൊട്ടി പിടിച്ചുകൊണ്ടാണ് ആമിന വീണത്. അവിടെ വെച്ചാണ് ആമിന മരിച്ചത്. ചരിത്രം നിങ്ങൾക്കറിയില്ല. 6ാമത്തെ വയസ്സാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മ മരിക്കുന്നത് ഒരു വലിയ മണലാരണ്യത്തിൽ. ആരുമില്ല കൂടെ, ഈ ഒരു പരിചാരികയല്ലാതെ. അവർ പറയുന്നുണ്ട്, ഞാനും ഈ മുഹമ്മദും കൂടി ഒരു കുഴി കുത്തി, കുറേ ദിവസങ്ങൾ പണിപ്പെട്ട് ഒരു കുഴി കുത്തി അതിലേക്ക് ആമിനെ ഇറക്കി വെച്ചു. ഇറക്കി വെക്കുമ്പോൾ ഈ കുഞ്ഞത് കാണാതിരിക്കാൻ കുഞ്ഞിനെ കുറേ അകലൊരു സ്ഥലത്ത് കൊണ്ടുപോയി കുറേ കളിക്കാനുള്ള സാധനങ്ങളൊക്കെ കൊടുത്ത് കളിപ്പിച്ചു. എന്നിട്ട് മണ്ണിട്ട് മൂടിയിട്ട് ഈ പരിചാരികയും ഈ മുഹമ്മദും കൂടി നടക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, എന്ത് പ്രതിസന്ധിയാണ് നമുക്കുണ്ടായത് ജീവിതത്തിൽ. എന്താ നമ്മൾ പറയണതിന്? നമുക്ക് പറയുന്നതിന് ആ പോകുന്ന സമയത്തുണ്ട് ഈ കുഞ്ഞ് വാശി പിടിക്കുന്നു, ഉമ്മ ഇല്ലാതെ ഞാൻ പോല. ഉമ്മയുടെ നമുക്ക് നിങ്ങൾ ഉമ്മ മരിച്ചു എന്നതുപോലും ബോധ്യപ്പെടാത്ത ഒരു പ്രായം. 2ാമത്തെ അനാഥത്വം നബി അനുഭവിച്ചില്ലേ? ഉമ്മയും പോയില്ലേ? നിങ്ങൾ ആലോചിച്ചു, നബിയുടെ ജീവിതം എന്തുമാത്രം ക്ലേശകരമായിരുന്നു എന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നബിയും ഈ കുട്ടിയും പരിചാരയും കൂടി മക്കയിലെത്തി. ഈ പെണ്ണ് പറയുന്നുണ്ട്, മക്കയിലെത്തുമ്പോൾ ഞാൻ ആലോചിച്ചു എങ്ങടെ പോകാം? പോകുന്ന വീട്ടിൽ ആരുമില്ലല്ലോ, എങ്ങടെ പോവാ? തൊട്ടടുത്ത വീടുണ്ട് വല്ലിപ്പയുടെ, അബ്ദുൽ മുത്തലിബിൻ്റെ വീട്ട്. അവിടെ ചെന്ന് വാതിലിന് മുട്ടി തുറന്നിട്ട് അബ്ദുൽ മുത്തലിബ് ആദ്യം ചോദിച്ച ചോദ്യം ഐന ആമിന. എവിടെ പോയി ആമിന? എൻ്റെ മോളെവിടെ പോയി? കാണാമല്ലോ. ഈ കുഞ്ഞുമോൻ വല്ലിപ്പയെ കെട്ടിപ്പിടിച്ചു, പൊട്ടിക്കരഞ്ഞു. പരിചാരിക പറയുന്നുണ്ട്, അവർ മരിച്ചുപോയി. അന്ന് അണച്ചുകൂട്ടി, എൻ്റെ കുഞ്ഞുമോനെ എന്ന് പറഞ്ഞ് അണച്ചുകൂട്ടി പിടിച്ചതാ വല്ലിപ്പ. പക്ഷേ നീണ്ടു നിന്നില്ല. അത് 6 മാസമാണ് ഈ വല്ലിപ്പയുടെ കൂടെ ജീവിക്കാൻ മുഹമ്മദിന് സാധിച്ചത്. 6 മാസം. 6ാമത്തെ മാസം ഈ വല്ലിപ്പയും മരണപ്പെടുകയാണ്. ഞാൻ ആ ചരിത്രം പറഞ്ഞത്. ഇനെങ്ങനെ പോവുകയാണ് ചരിത്രം?
മരിക്കുന്ന സമയത്ത് അബ്ദുൽ മുത്തലിബ് അബൂ താലിബിനെ പിതൃവ്യനെ ഏൽപ്പിച്ചുകൊണ്ടാണ് വല്യപ്പ പോകുന്നത്. ഇതായി കുട്ടീനെ നോക്കാനായിട്ട് വന്നു. പിന്നെയുള്ള ചരിത്രമൊക്കെ നമുക്കറിയാം. ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പ്രതിസന്ധിയുടെ കഥ പറയുന്നത് ഇനിയെങ്കിലും നിർത്തണം. മുസ്ലിം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തിനു വന്നതാ? ഇവിടെ സുഖിക്കാൻ വന്നതല്ല. അല്ല, ഇന്ന് നമ്മുടെ പ്രശ്നം അതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ പറഞ്ഞില്ലേ, നോമ്പുകാരന് 2 സന്തോഷമുണ്ട്. ലിസ്സായിമി ഫർഹത്താൻ, കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഒന്നാമത്തെ സന്തോഷം ഐന്ദ ഫിത്രിഹി, നോമ്പ് തുറക്കുന്നുള്ള സമയത്ത്. ആ സന്തോഷം അനുഭവിച്ചല്ലേ നമ്മളൊക്കെ വന്നിരിക്കണേ, അല്ലേ? പറ്റി വരേണ്ട ചുണ്ടും ഒക്കെ നല്ല ഭക്ഷണം കഴിച്ച് നല്ല ജ്യൂസ് കുടിച്ച് കാരക്ക തിന്ന് വെള്ളം കുടിച്ച് നമ്മൾ പറഞ്ഞില്ലേ, ഇൻഷാ അല്ലാഹ് സന്തോഷത്തിലല്ലേ നമ്മൾ. പക്ഷെ നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചോ, ഇന്നലെ പോലും നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഗസയിലെ നമ്മുടെ സഹോദരങ്ങൾ എവിടെ വെച്ചാ നോമ്പ് തുറന്നത്? നിങ്ങൾക്കറിയാം അവിടെ എവിടെ വെച്ചാ ഇന്നലെ തറാവീഹ് നിസ്കരിച്ചത്? നമ്മൾ ആലോചിക്കണ്ടേ നമ്മളെവിടെ നിൽക്കണത്? എന്നിട്ടും ഇത്ര സുഭിക്ഷമായ ജീവിതം റബ്ബ് നമുക്ക് അനുഗ്രഹിച്ചു നൽകിയിട്ടും നമുക്ക് പറയാനുള്ളത് പ്രശ്നങ്ങളാണ്, പ്രതിസന്ധികൾ. മുസ്ലിമാകാൻ കഴിയില്ല നമുക്ക്. ഖുർആനിലേക്ക് മടങ്ങി, അപ്പോൾ അതൊക്കെ തീരും, എല്ലാ പ്രശ്നവും തീരും. അതാണ് ശിഫാഉൽ ലിമാ ഫിസ് സുദൂർ വഹുദൻ വറഹ്മ ലിൽ മുഅ്മിനീൻ. അതൊക്കെ അവിടെ ഉണ്ട്. നമുക്ക് ആവശ്യം അതാണിന്ന്. നമുക്ക് നമ്മളെ ഗൈഡ് ചെയ്യാൻ ആളില്ല. നമ്മൾ ചോദിക്കുക, ഞാൻ ഏത് പാർട്ടി പറയേണ്ടത് കേൾക്കേണ്ടത്, ഏതാണ് പറയണത് കേൾക്കേണ്ടത്? ഓ അത് പറഞ്ഞാൽ കേട്ടോ, ഹുദ അവിടെയുണ്ട്, അതിലേക്ക് മടങ്ങണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മൂന്നാമത്തെ ഉപദേശം, വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഉന ഇലൽ ഖൈർ വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അവിടെയാണ് അദ്ദേഹം അവസാനിപ്പിച്ചത്. അതാണ് മൂന്നാമത്തെ ഉപദേശം. മുസ്ലിം ഉമ്മത്തിനൊരു ബാധ്യതയുണ്ട്. മുസ്ലിം ഉമ്മത്ത് ആരായിരിക്കണം? വൽതകും മിൻകും ഉമ്മത്തുൻ, നിങ്ങളൊരു ഉമ്മത്തായി മാറണം. നിങ്ങളൊരു വ്യക്തിയാകരുത്, ഒരു ഉമ്മത്താകണം, ഒരു സമൂഹമാകണം, ഒരു ഉമ്മ പറ്റ മക്കളെ പോലെ ആകണം. അങ്ങനെയാകാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഒറ്റ കാര്യം ചെയ്താൽ മതി. അതാണ് വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഉന ഇലൽ ഖൈർ, നന്മയിലേക്ക് നിങ്ങൾ വിളിക്കണം. എവിടുന്ന് തുടങ്ങണം? നന്മയിലേക്ക് വിളിക്കുക എന്ന് പറഞ്ഞാൽ സ്റ്റേജ് കെട്ടി പ്രസംഗിക്കുക എന്നല്ല, അല്ലെങ്കിൽ ഒരു മൗലവി വന്ന് ക്ലാസ് എടുത്തിട്ട് നിങ്ങളിങ്ങനെ കേട്ടിരിക്കുക എന്നല്ല. അല്ല, ഏതൊരു ഖൈറാണോ, ഏതൊരു നന്മയാണോ റബ്ബിലേക്ക് അടുപ്പിക്കുന്നതായി നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്, അതാർക്കെങ്കിലും ഒന്ന് എത്തിച്ചു കൊടുക്കണം. ആർക്കെങ്കിലും. യദ്ഉന ബിൽ ഖൈർ വയഅ്മുറൂന ബിൽ മഅറൂഫ്, നല്ല കാര്യങ്ങളെ കൽപ്പിക്കണം. നമുക്ക് സാധിക്കുന്നില്ല ഇന്ന്. സ്വന്തം മക്കളോട് പോലും പറയാൻ കഴിയുന്നില്ല. അതല്ലേ നമ്മുടെ ദുരവസ്ഥ? അതല്ലേ നമ്മളിവിടെ എത്താൻ കാരണം? തുടങ്ങണ്ടേ? നമ്മുടെ ബെഡ്റൂമിൽ നിന്ന് തുടങ്ങ്, നമ്മുടെ സ്വന്തം കുടുംബത്തിൽ നിന്ന് തുടങ്ങ്. കുടുംബം നന്നായാൽ സമൂഹം നന്നാവും. ചീത്തയായത് അവിടെയാണ്. നമുക്ക് സാധിക്കണം. വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഉന ഇലൽ ഖൈർ വയഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ. ചീത്ത ചെയ്യുന്നത് കണ്ടാൽ തടയാനാവണം, കൈപിടിക്കണം. കൈപിടിച്ചിട്ടില്ലെങ്കിൽ ഈ കപ്പൽ മുങ്ങുന്നത് നമ്മൾ കണ്ടില്ലേ? ഓട്ടുണ്ടാക്കുക എല്ലാവരും കൂടി ഇരുന്നിട്ട്. മുങ്ങിയല്ലേ കപ്പൽ? മുസ്ലിം ഉമ്മത്ത് എന്ന കപ്പൽ മുങ്ങുകയാണ്. നമ്മളിങ്ങനെ പുറത്തിരുന്നിട്ട് പറയാം, ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ? അള്ള പറയേണ്ടത് എന്താ ചെയ്യേണ്ടത്? അള്ള പറയേണ്ടത് ഈ 3 കാര്യം ചെയ്താൽ നമ്മൾ രക്ഷപ്പെടും. അതാണ് വമൻ യഅ്തസിം ബില്ലാഹ് ഫഖദ് ഹുദിയ ഇലാ സിറാത്തിൻ മുസ്തഖീം. എത്തണ്ടേ നമുക്ക് അങ്ങോട്ട്? എത്തണ്ടേ? എത്തണ സാധനമല്ല. നമുക്ക് അള്ളാഹുവിലേക്കാണ് മടങ്ങാനുള്ളത്. നോമ്പുകാരൻ്റെ 2ാമത്തെ സന്തോഷം എന്താ പറഞ്ഞത്? വഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹി. ഞാൻ ചോദിക്കട്ടെ, അർത്ഥറിയാലോ നമുക്ക്? റബ്ബിനെ കണ്ടുമുട്ടുന്ന ഒരു സന്തോഷമുണ്ട്, ഭയങ്കര ഇത്. നമ്മൾ മറ്റി വരണ്ട ചുണ്ടും നാവുമൊക്കെ വെള്ളം കുടിച്ചപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായില്ലേ? അള്ളാഹിനെ കാണുമ്പോഴൊരു സന്തോഷമുണ്ട്. അങ്ങനെ ആ സന്തോഷത്തോടു കൂടി അള്ളാഹുവിനെ കാണണ്ടേ നമുക്ക്? അള്ളാഹു നമ്മളെ കാത്തിരിക്കുകയല്ലേ? നമ്മുടെ വദൂദായ സ്നേഹനിധിയായ റബ്ബ്, റഹ്മാനായ റബ്ബ്, പരമകാരുണ്യകനായ കരുണാനിധിയായ, ചോദിച്ചാൽ എന്തും നൽകുന്ന റബ്ബ് നമ്മളെ കാത്തിരിക്കുക കാണാൻ. ഖുർആൻ പറഞ്ഞില്ലേ നമ്മളോട്, ലില്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദ,
ലില്ലദീന അഹ്സനു, നന്നായി ജീവിച്ചവർക്ക് അൽ ഹുസ്ന. അൽ ഹുസ്ന എന്ന് പറഞ്ഞാൽ അൽ ജന്ന, സ്വർഗമുണ്ട്. എന്നിട്ട് അടുത്ത വാചകം എന്താ പറയുക? വ സിയാദ, പ്ലസ്. സിയാദ എന്ന് പറഞ്ഞാൽ പ്ലസ് ആണ്. സ്വർഗവും പ്ലസ്. എന്താ പ്ലസ്? എന്താ പ്ലസ്? ലിഖാ അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു സഹാബത്തെ, എന്താ ഈ പ്ലസ്, സിയാദ എന്താ? അതോ അത് 14-ാം രാവിലെ ചന്ദ്രനെ കാണുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ കാണുന്ന ഒരു ദിവസമുണ്ട്. അതൊരു വല്ലാത്ത ദിവസമാണ്. അതാണ് നമുക്ക് കിട്ടേണ്ട രണ്ടാമത്തെ സന്തോഷം. വുജൂഹുൻ യൗമഇദിൻ നാദിറ, അന്ന് ചില മുഖങ്ങൾ വെട്ടിത്തിളങ്ങി പ്രകാശിച്ചുകൊണ്ടിരിക്കും. എന്താ കാരണം? ലൈറ്റ് കത്തിച്ചിട്ടല്ല, ഇലാ റബ്ബിഹാ നാദിറ, റബ്ബിലേക്ക് നോക്കിയപ്പോൾ റബ്ബിന്റെ പ്രകാശം റിഫ്ലക്റ്റ് ചെയ്തതാ. എന്താ കാര്യം? അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ്, അതാ കാര്യം. അത് റിഫ്ലക്റ്റ് ചെയ്തതാ. ഭയങ്കര സംഭവമാണ്. നിങ്ങൾക്കറിയോ, നമുക്ക് കിട്ടേണ്ട ഏറ്റവും വലിയ, അള്ളാഹുവിൻ്റെ ഇത് കിട്ടേണ്ട ഏറ്റവും വലിയ ഗിഫ്റ്റ് അതാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത്, അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ലദ്ദത്തൻ നദരി ഇലാ വജ്ഹിക് വശൗഖ ഇലാ ലിഖാഇക്. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ലദ്ദത്തൻ നദരി ഇലാ വജ്ഹിക്, നിന്റെ മുഖത്തേക്ക് നോക്കി ആസ്വദിക്കാനുള്ള സൗഭാഗ്യം റബ്ബെ എനിക്ക് തരണേ. ഭയങ്കര സംഭവമാണ്. നോമ്പ് നോക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം അത്. വശൗഖ ഇലാ ലിഖാഇക്, നിന്നെ കാണാനുള്ള ഷൗക്ക് എൻ്റെ ഉള്ളിൽ നിന്ന് നിറച്ചു തരണമേ. അള്ളാഹു നിറച്ചു തരട്ടെ. അപ്പോഴേ നമ്മൾ നന്നാവും. അപ്പോൾ നമ്മൾ നന്നാവും. അള്ളാഹുവിനെ കാണണമെന്ന ഷൗക്ക് നമ്മൾ. നിങ്ങൾക്കറിയോ, പരലോകത്ത് ഏറ്റവും കടുപ്പമുള്ള ശിക്ഷ ഏതാണ്? ഏറ്റവും വലിയ ശിക്ഷ നരകമല്ല. അള്ളാഹു പറഞ്ഞു, കല്ലാ ഇന്നഹും അൻ റബ്ബിഹിം യൗമഇദിൻ ലമഹ്ജൂബൂൻ സുമ്മ ഇന്നഹും ലസാലുൽ ജഹീം. ഏറ്റവും വലിയ ശിക്ഷ ഇന്നഹും അൻ റബ്ബിഹിം യൗമഇദിൻ ലമഹ്ജൂബൂൻ, അള്ളാഹുവിൽ നിന്ന് നാം മറക്കപ്പെടുക എന്നതാണ്. അള്ളാഹനെ നമുക്ക് കാണാൻ കഴിയാതിരിക്കുക. അള്ളാഹനെ കാണൂല, എല്ലാവരും കാണൂല. പ്രത്യേക സമൂഹമേ കാണുള്ളൂ. നമുക്കത് കിട്ടണം. അതിനാണ് നമ്മുടെ നോമ്പ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, രണ്ട് സന്തോഷം എന്ന് പറഞ്ഞ് രണ്ടാമത്തെ സന്തോഷം നമ്മൾ ആഗ്രഹിക്കണം. നമ്മൾ അള്ളാഹുവിനെ കാണാൻ ആഗ്രഹിച്ചാൽ അള്ളാഹുവിനെ നമ്മളെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കൃത്യമായി ആ വാചകം തന്നെ പറഞ്ഞു. ഒരാൾ അള്ളാഹുവിനെ കാണാൻ ആഗ്രഹിച്ചാൽ ഭയങ്കര, അള്ളാഹുവിനെ കാണാൻ ആഗ്രഹിക്കും, ഭയങ്കര ഇഷ്ടമാണ്. തിരിച്ചോ, വമൻ കരിഹ ലിഖാ അല്ലാഹ് കരിഹ അല്ലാഹു ലിഖാഅഹു, അള്ളാഹുവിനെ കാണാൻ ഒരാൾക്ക് ഇഷ്ടം തോന്നിയില്ലെങ്കിൽ അള്ളാഹുവിന് അവനെ കാണാനും ഇഷ്ടമുണ്ടാവുകയില്ല. നമ്മൾ ആരെയെങ്കിലും കാണാൻ ഏറെ നമ്മുടെ ഹൃദയത്തിൽ കൊതിക്കുന്നുവെങ്കിൽ അത് റഹ്മാനായ റഹീമായ വദൂദായ നമ്മുടെ റബ്ബിനെ ആയിരിക്കണം. അതിനുവേണ്ടി ചോദിച്ചോ. അതാണ് രണ്ട് സന്തോഷം എന്ന് പറയുന്നത്. അത് കാണുന്നതോടുകൂടി നമ്മൾ രക്ഷപ്പെട്ടു. അതായിരിക്കും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ മുഹൂർത്തം. ഏറ്റവും മനോഹരമായ മുഹൂർത്തം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നിങ്ങൾക്ക് തോന്നുന്ന സമയം ക്ഷമിക്കണം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാനൊന്ന് കൺക്ലൂഡ് ചെയ്യാം. എനിക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഞാൻ പറഞ്ഞത് ഒറ്റ കാര്യമുള്ളൂ. അത് നമ്മളെ ഇമാം ഓതിയ ഇന്നത്തെ തറാവീഹിലെ അവസാനത്തെ റക്അത്തിലെ 3 ആയത്തുകളാണ്. വമൻ യഅ്തസിം ബില്ലാഹി ഫഖദ് ഹുദിയ ഇലാ സിറാത്തിൻ മുസ്തഖീം. നിങ്ങളെടുത്ത് പരിശോധിക്കണം. സൂറത്ത് ആൽ ഇംറാനിലാണ്. എല്ലാവർക്കും അറിയാലോ ആയത്ത് എവിടെയാണ്. അതിന് 3 കൽപ്പനകളെ പറഞ്ഞുള്ളൂ. ഒന്ന്, എപ്പോഴും നമ്മൾ ഓതുന്ന കൽപ്പനയാണ്, കുത്തിബ യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് മുസ്ലിമായി മരിക്കണം എന്ന് പൂതി ഭയങ്കരമായിട്ടുണ്ടാകണം. പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. യൂസുഫ് നബി പ്രാർത്ഥിച്ചില്ലേ, ഫാത്തിറസ് സമാവാതി വൽ അർദ് അൻത വലിയ്യി ഫിദ് ദുനിയ വൽ ആഖിറ. എന്താണ് ആ വാക്ക് എന്ന് പറയുന്നത്? അള്ളാഹിനോട് പറയാം, അൻത ഫാത്തിറസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ പിളർത്തി നിർമ്മിച്ചവൻ, സൃഷ്ടിച്ചവനാണ് നീ. നീയാണ് എൻ്റെ വലിയ ദുനിയാവിലും ആഖിറത്തിലും. എനിക്ക് ഒറ്റ കാര്യം ചെയ്തെന്ന് മതി. എന്താ? തവഫനി മുസ്ലിമൻ, തവഫനി മുസ്ലിമൻ വൽഹിഖ്നി. കൂട്ടരെ, മുസ്ലിം നോക്കൂ, മരിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ ഒരിക്കലും പേടിക്കരുത്.
ഒരിക്കലും പേടിക്കരുത്. മരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒറിജിനൽ ലൈഫിലേക്ക് എത്തുന്ന ഒരു സ്റ്റേജ് മാത്രമാണ്. അത്രയേ ഉള്ളൂ, ഒരു സ്റ്റേജാണ്, ഒരു ചെറിയ സ്റ്റേജ്. ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തു വന്ന് ഈ നമ്മുടെ ജീവൻ, ദുനിയാവിലുള്ള ജീവൻ നശിക്കുന്നത് വരെയുള്ള ഒരു സ്റ്റേജ്. അടുത്ത സ്റ്റേജാണ് ഒറിജിനൽ സ്റ്റേജ്. ലഹിയൽ ഹയവാൻ എന്ന ഖുർആൻ പറഞ്ഞത്. ഒറിജിനൽ ലൈഫ് ഏതാ? മരണത്തോടു കൂടി ആരംഭിക്കും. മരണത്തെക്കുറിച്ച് ആരും പേടിക്കണ്ട. മരണം എന്ന് പറഞ്ഞാൽ ഭയങ്കര രസകരമായ അനുഭവമാണ്. പക്ഷെ പേടിക്കേണ്ടത് എന്താ? മുസ്ലിം അല്ലാതെ മരിച്ചു പോകുന്നത്. മറ്റത് പേടിക്കണ്ട. കാരണം ഭയങ്കര മരിച്ച് ഫസ്റ്റ് സ്റ്റെപ്പ് മുതൽ എന്താ റസൂൽ പഠിപ്പിച്ചത്? ഖബർ എന്താ? റൗദത്തും മിൻ റിയാദിൽ ജന്ന. പിന്നെ എന്തിനു പേടിക്കണേ? റൗദത്തും മിൻ റിയാദിൽ ജന്ന, സ്വർഗത്തിൽ നിന്നുള്ള ഒരു തോപ്പാണ്, ഒരു തോട്ടമാണ്, ഒരു ഗാർഡനാണ് ഖബർ എന്ന് പറഞ്ഞത്. ഈ കണ്ട മണ്ണല്ല, പരപ്പനങ്ങാടിയിലെ ഖബർസ്ഥാനിൽ കണ്ട മണ്ണല്ല ഖബർ എന്ന് പറഞ്ഞാൽ. റൗദത്തും മിൻ റിയാദിൽ ജന്ന, അതാണ്. അങ്ങോട്ട് എത്തുമ്പോൾ ആദ്യത്തെ കൽപ്പന എന്താ നിങ്ങൾക്കറിയാം? റസൂൽ പറഞ്ഞു തന്നില്ലേ? അള്ളാഹു പറയുന്ന ആദ്യത്തെ കൽപ്പന മലക്കുകളോട്, അഫ്രിഷൂ ലി അബ്ദി ഫുർഷൻ മിനൽ ജന്ന, എൻ്റെ അടിമക്ക് സ്വർഗത്തിൽ നിന്നുള്ള ഒരു കാർപ്പറ്റ് ഇട്ട് കൊടുക്കണം. യാ സലാം, സ്വർഗത്തിൽ നിന്നുള്ള കാർപ്പറ്റ് പോരെ പോരെ പോരെ. എന്തിനാ നമ്മൾ പേടിക്കുന്നത്? അതിൻ്റെ പുറമെ മനസ്സിലാക്കാൻ പറഞ്ഞിട്ടുണ്ട്, സ്വർഗത്തിൽ നിന്നൊരു വാതിൽ ഖബറിലേക്ക് തുറന്നിടുന്നു. ഒരു ചെറിയ വിൻഡോ, എസിൻ്റെ വിൻഡോ നമ്മൾ നിനക്ക് ഇങ്ങനെ തിരിഞ്ഞിരുമ്പോൾ ഇത് കാറ്റാലേ. ഈ സ്വർഗത്തിൽ നിന്നുള്ളൊരു വാതിൽ നമ്മുടെ ഖബറിലേക്ക് തുറന്നിടുന്നു. എന്ത് പേടിച്ചാണ് നമ്മൾ നടക്കുന്നത്? പേടിക്കേണ്ടത് ഈ ഒരു വിഷയം മാത്രം. മുസ്ലിം അല്ലാതെ മരിച്ചോ? അപ്പം ചോദിച്ചോ, ജീവിച്ചോ? അങ്ങനെ ജീവിക്കുക. എന്നിട്ട് റബ്ബിനോട് ചോദിക്കുക, തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. അതായിരിക്കണം ഈ വർഷത്തെ നമ്മുടെ നോമ്പിൽ ഏറ്റവും പ്രധാന സബ്ജക്റ്റ്. അതായിരിക്കണം, എനിക്ക് മുസ്ലിമായി ജീവിക്കണം, മുസ്ലിമായി റബ്ബെ നിന്നെ കണ്ടുമുട്ടണം. അതാണ്. അല്ലാഹു സൗഭാഗ്യം നമുക്കൊക്കെ നൽകുമാറാകട്ടെ. ഒരുപാട് സമയം കേട്ടു നിന്നതിന് വളരെ സന്തോഷമുണ്ട്. വളരെ പ്രസന്നമായ മുഖങ്ങൾ, മാഷാ അല്ലാഹ്. അല്ലാഹു തആല ഈ മുഖങ്ങളോടുകൂടി വുജൂഹു യൗമഇദിൻ നാഇമ എന്ന് പറയും, പ്രസന്നമായ മുഖങ്ങൾ. ഈ മുഖങ്ങളോടുകൂടി അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഇതുപോലെ ഒരുമിച്ച് ചേരാനുള്ള സൗഭാഗ്യം അള്ളാഹുവെ ഞങ്ങൾക്കൊക്കെ നീ നൽകി അനുഗ്രഹിക്കണമേ. റഹ്മുറഹ്മീനായ റബ്ബെ, നിൻ്റെ ഫള് കൊണ്ട് മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണമേ. റഹ്മുറഹ്മീനായ റബ്ബെ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും മക്കളെയും ഒക്കെ റബ്ബെ നിൻ്റെ സിറാത്തുൽ മുസ്തഖീമിൽ ഉറപ്പിച്ചു നിർത്തി നല്ല ഈമാനുള്ള കരുത്തുള്ള മനുഷ്യരാക്കി ഞങ്ങളെ നീ മാറ്റിത്തരണമേ. റഹ്മീനായ റബ്ബെ, ഞങ്ങൾ നിർവഹിച്ച മുഴുവൻ ആ കർമ്മങ്ങളും, നോമ്പാകട്ടെ, സദഖയാകട്ടെ, നമസ്കാരങ്ങളാകട്ടെ, അതൊക്കെ അതിൻ്റെ പൂർണ്ണമായ പ്രതിഫലം ലഭിക്കുന്ന കർമ്മങ്ങളായി ഞങ്ങൾക്ക് നീ മാറ്റിത്തരണമേ. റഹ്മീനായ റബ്ബെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കുടുംബങ്ങൾ, സുഹൃത്തുക്കൾ എല്ലാവർക്കും നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണമേ. ഞങ്ങളുടെ വീടുകളിൽ സുഖമില്ലാതെ കിടക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ സഹോദരങ്ങൾ, ഇവിടെ എത്താൻ ആഗ്രഹമുള്ള പലരുമുണ്ട്. അല്ലാഹുവേ, രോഗമെന്ന കാരണം കൊണ്ടാണ് അവരെത്താതെ പോയത്. അല്ലാഹുവേ, അവർക്കൊക്കെ നീ സമാധാനം നൽകണമേ, ശമനം നൽകണമേ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. صلى الله وسلم على سيد المرسلين وعلى آله وصحبه أجمعين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.